ഓണം കളറാക്കാൻ ഓണസദ്യയ്ക്ക് ആവശ്യമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള കിറ്റുകൾ ഒരുക്കി സപ്ലൈകോ. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 300 ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങളുമായി 299 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ് മുതൽ 30 ഇനങ്ങൾ അടങ്ങിയ 2000 രൂപയുടെ പ്രീമിയം കിറ്റുകൾ വരെ റെഡിയാണ്. ചുരുക്കത്തിൽ LDF സർക്കാർ നടപ്പിലാക്കിയ കിറ്റുകളും ഗിഫ്റ്റ് കാർഡുകളും അടക്കം എത്തിച്ച് ഓണം വിപണി കീഴടക്കാനാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നമുക്കറിയാം പുറത്ത് മാർക്കറ്റിൽ വില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട്. സപ്ലൈകോയാണ് സാധാരണക്കാരന്റെ വലിയ ആശ്രയം. ഓണക്കാലത്ത് പ്രത്യേകിച്ചും വലിയ ആശ്രയം സപ്ലൈകോ തന്നെയാണ്, തർക്കമൊന്നുമില്ല. ശബരി വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കുന്നു സർക്കാർ എന്നത് ആശ്വാസകരമായ കാര്യമാണ്. കിറ്റടക്കമുള്ള പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലുള്ള പീപ്പിൾസ് ബസാറിലാണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് നമ്മൾ കാണേണ്ടത് കാഴ്ചകളാണ്. കാരണം മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം ഞാനൊരു 3 മണിക്ക് ശേഷം ഇവിടെ എത്തിയതാണ്. പക്ഷേ കാഴ്ചകൾ കാണുമ്പോൾ ഈ സാധനങ്ങൾ വരുന്നവർക്ക് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം ഓണക്കാലത്ത് എല്ലാ വിധത്തിലും ഉപ്പ് മുതൽ കർപ്പൂരം അടക്കം എല്ലാം നമുക്കിവിടെ നിന്നും വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ചുരുക്കത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള കിറ്റുകൾ, അതുപോലെ തന്നെ ഈ ഓഫർ പ്രൈസുകളുണ്ട്, സ്പെഷ്യൽ ഓഫറുകളാണ്. അതെല്ലാം തന്നെ ഈ സർക്കാരും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ പുതുമ ഇല്ല എങ്കിൽ തന്നെയും വരുന്ന ഒരു ഉപഭോക്താവിന് നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഒരുക്കിയിട്ടില്ല. കാരണം ഇന്നാണിപ്പോൾ ഈ ശബരി വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ വില കുറച്ചത്. അത് ഈ മാസം 1-ാം തീയതിയാണ് 249 രൂപ കൂടിയത്. അതായത് നേരത്തെ തന്നെ 229 രൂപയായിരുന്നു. അത് 20 രൂപ കൂടി 249 ആയി. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മുതൽ ഇനി വരുന്നവർക്ക് 229 രൂപയ്ക്ക് ഈ ശബരി വെളിച്ചെണ്ണ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത്. അതിന് പുറമേ തന്നെ നിലവിൽ ഈ കിറ്റുകൾ എന്ന് പറയുമ്പോൾ ഓണ കിറ്റുകളാണ് നിലവിൽ നൽകി വരുന്നത്. അതിന് പുറമേ തന്നെ ശബരിയുടെ സിഗ്നേച്ചർ കിറ്റുകളുണ്ട്. മറ്റൊന്ന് ഈ 1000 രൂപയ്ക്കും അതുപോലെ 1500 രൂപയ്ക്കും 2000 രൂപയ്ക്കുമുള്ള സ്പെഷ്യൽ കിറ്റുകളാണ് നിലവിൽ നൽകി വരുന്നത്. നമുക്ക് ഇവിടുത്തെ മാനേജറുടെ കൂടെ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. സാർ, എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണ റെക്കോർഡ് ഇട്ട ഒരു ഔട്ട്ലെറ്റ് കൂടിയാണ്. ഇത്തവണ അതേ റെക്കോർഡ് ഇടാനാണ് ചാൻസ് കൂടുതൽ. കാര്യം എല്ലാ സാധനം ഇപ്പോഴും അവൈലബിൾ ആണ്, വിലയും കുറവാണ്. പൊതുവിപണിയേക്കാളും വില കുറച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. എപ്പോഴാണോ സാധനം, ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇഷ്ടംപോലെ എല്ലാ സാധനം കോടിക്കണക്കിന് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല കച്ചവടം നടക്കും. എല്ലാത്തിനും ഓഫറുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കമ്പനീസ് ആയിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. വെളിച്ചെണ്ണ വിലയും കഴിഞ്ഞ ഓണത്തെ അതേ വിലയിൽ വീണ്ടും വന്നിട്ടുണ്ട്. പൊതുവിപണിയിൽ വില കൂടിയിട്ടുണ്ട്. 240 പോയിട്ടുണ്ട്. ഇവിടെ 229 കാറിന് കൊടുക്കുന്നത്. ഒരു മാസം 2 എണ്ണം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കുള്ള ഒരു ചോദ്യം, ഈ കേര വെളിച്ചെണ്ണ കഴിഞ്ഞ തവണ 560 പോയതാണ്. ആ വെളിച്ചെണ്ണയുടെ ഇപ്പോഴത്തെ വില എങ്ങനെയാണ്? പൊതുവിപണിയിൽ 2 ടൈപ്പായിട്ട് തോന്നുന്നു ഉള്ളത്. 340 വിൽക്കുന്നിടം ഉണ്ട്. കാര്യം പഴയ സ്റ്റോക്ക് ഇരിക്കുന്നിടം. നമ്മളതിൽ ഇപ്പോൾ 299, 2500 ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വില 278 രൂപയെ വരുന്നുള്ളൂ. നോൺ സബ്സിഡിയാണോ? സബ്സിഡിയാണോ? വില കുറച്ച് കൊടുക്കുന്നതിന് ഓണം പ്രമാണിച്ച് നമ്മൾ ആ രീതിയിൽ കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അരി ആയാലും അടുത്ത മാസത്തേക്കുള്ള വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. മാധു, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം അരിയുടെ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും 1,65,000 മെട്രിക് ടൺ അരിയാണ് പൊതുവിപണിയിൽ എത്തിച്ചത്. ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആവുന്നത് നമ്മുടെ ഈ സപ്ലൈകോയിൽ എത്തുമ്പോൾ സ്പെഷ്യൽ ഓഫറുകളാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഈ കുട്ടികൾക്കായാലും കുടുംബമായി എത്തുന്ന ഓരോരുവർക്കും, ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് തന്നെ ഈ പ്രോഡക്റ്റ് നോക്കിയാൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ്. 300ഓളം വരുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ സപ്ലൈകോയിലുണ്ട്. 140 രൂപയാണ് ഇതിൻ്റെ പൊതുവിപണിയിലെ പ്രൈസ്. ഇവിടെ നമുക്ക് 66 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുക്കീസ് മാത്രമല്ല, ഡിറ്റർജൻ്റ് ആയാലും മറ്റ് വീട്ടിന് ഉപയോഗിക്കേണ്ടുന്ന ദൈനംദിനം ഉപയോഗിക്കേണ്ടുന്ന ഓരോ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള വിലക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പാക്കിങ്ങിനൊക്കെ ധാരാളം സ്ത്രീകളാണുള്ളത്. അവരെല്ലാം അതിൻ്റെ തിരക്കുകളിലാണ്. നിലവിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ലുലു മാളിലോ പോത്തീസിലോ അല്ലെങ്കിൽ രാമേന്ദ്രയിലോ തിരുവനന്തപുരത്തെ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോകുന്നതിന് സമാനമായിട്ട് ഓരോടും ഇനി സാധനങ്ങൾ എവിടെ വെക്കണം എന്നുള്ളൊരു സംശയമാണ്. എല്ലാം പുട്ടുപൊടിയായാലും അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള ഒരു കിച്ചണ് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഓണക്കാലമായിട്ട് എത്തിച്ചിരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സും ആ തലത്തിൽ ഇപ്പോൾ ഇനിയൊരു ഓഫീസ് ടൈം കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു 5-6 മണി കഴിയുമ്പോഴേക്കും വീണ്ടും കൂടുതൽ തിരക്കുകൾ അനുഭവപ്പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി മാറിയത് വെളിച്ചെണ്ണയുടെ വിലയൊക്കെ ആയിരുന്നു. എന്തായാലും വെളിച്ചെണ്ണ വില ഇപ്പോൾ എന്തായാലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് തന്നെ അരിയുടെ വിലയും. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നോ? എങ്ങനെയുണ്ട്? ഇപ്പോൾ വാങ്ങി വരുമ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? ഓണം എത്തി. വലിയ ഇതൊന്നും എടുത്തില്ലേ ബിഷപ്പ്? പൊതുവെ വെളിച്ചെണ്ണയൊക്കെ എങ്ങനെയുണ്ട് വില? ചേച്ചി ഇവിടെ പാക്കിങ്ങിന് നിൽക്കുന്നതാണോ?
എങ്ങനെയുണ്ട്, സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നോ? ഒന്നും മേടിച്ചില്ലേ? ഓക്കെ. അപ്പോൾ മാധു, അതാണ് ഇപ്പോൾ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഉപഭോക്താക്കൾ എത്തേണ്ടത് ഒരു പ്രയാസം കൂടിയുണ്ട്. കാരണം പൊതുവിലൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് സപ്ലൈകോയെ കുറിച്ച്, സാധനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ആ തെറ്റിദ്ധാരണയൊക്കെ മാറി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് 2-3 വർഷം മുമ്പ് ഒരു തവണ സപ്ലൈകോയിൽ ഓണക്കാലത്ത് ഷോർട്ടേജ് ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ അങ്ങനെയല്ല, പിന്നീട് തൊട്ടടുത്ത വർഷം തന്നെ കഴിഞ്ഞ തവണയൊക്കെ എല്ലാ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെ എന്നാണ് കാണാൻ കഴിയുന്നത്. ഫുൾ പോസിറ്റീവാണ് സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എൻ്റെ ദീർഘകാലത്തെ തിരുവനന്തപുരം വാസത്തിനിടയിൽ ഞാൻ എല്ലാ മാസവും പോയി സാധനങ്ങൾ വാങ്ങുന്ന സപ്ലൈകോ ആണ്. അതുകൊണ്ട് അവിടെ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ റാക്കിൽ ഇരിക്കുന്നു എന്നത് വരെ കൃപ്പം ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ അവിടെ എപ്പോഴും ഈ പറയുന്നത് പോലെ ആളുകൾക്കുള്ള സാധനങ്ങളൊക്കെ കൃത്യമായി ഉണ്ട് എന്നത് വലിയ സന്തോഷമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം.